മനുഷ്യത്വരഹിതമായ രാഷ്ട്രീയത്തിന്റെ ഇരയായിരുന്നു കോടീശ്വരമ്മ. പലപ്പോഴും അവർ പാർട്ടിയിലെ പുരുഷാധിപത്യത്തെ പറ്റി പറയുന്നുണ്ട്, പുരുഷാധിപത്യത്തിനെതിരെ കലമ്പുന്നുണ്ട്, പാർട്ടിയിലും ജാതിയുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. സ്വന്തം ജീവിതകാലത്ത് തന്നെ 2 മക്കളുടെയും അകാല മരണം അവർക്ക് കാണേണ്ടി വന്നു. സ്വന്തം അമ്മയുടെ മരണവും കാണേണ്ടി വന്നു. മരിക്കുമ്പോൾ ആ അമ്മ പറഞ്ഞത്, എനിക്കാകെ ബാക്കിയുള്ളത് 2000 രൂപ മാത്രമാണ്. ഈ 2000 രൂപ തല്ലിപ്പിരിഞ്ഞ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുമായിട്ട് വീതിച്ചു നൽകണം എന്നാണ്. കോടീശ്വരമ്മ ചോദിക്കുന്നുണ്ട്, 2 പാർട്ടികളല്ല, ഇപ്പോൾ ഏകദേശം 7 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെങ്കിലും നിലവിലുണ്ട്. ഇതിൽ ഏത് പാർട്ടികൾക്കാണ് ഈ 2000 രൂപ ഞാൻ വീതിക്കേണ്ടത്? ഇതിൽ ഏത് പ്രത്യയശാസ്ത്രമാണ്, ഇതിൽ ഏത് വിപ്ലവ പാർട്ടിയാണ് വിമോചനം കൊണ്ടുവരാൻ പോകുന്നത്, വിപ്ലവം കൊണ്ടുവരാൻ പോകുന്നത്? അതിനാർക്കും മറുപടി ഉണ്ടായിരുന്നില്ല. ഓരോ മെയ് ദിനത്തിലും അഖില ലോക തൊഴിലാളികളോട് സംഘടിക്കാൻ പറയുന്ന നേതൃത്വത്തോട് കോടീശ്വരമ്മ പറയുന്നുണ്ട്, ആദ്യം നിങ്ങൾ സംഘടിക്കുക, ഒറ്റ കൊടിയുടെ കീഴിൽ അണിനിരക്കുക, ഒരൊറ്റ മുദ്രാവാക്യത്തിൽ അഭിമാനിക്കുക, എന്നിട്ട് മുന്നോട്ട് നടക്കുക. ഞങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾക്കൊപ്പം വരാം, പക്ഷെ ആദ്യം നിങ്ങൾ സംഘടിക്കണം. തൊഴിലാളികളല്ല സംഘടിക്കേണ്ടത്, നേതൃത്വമാണ് സംഘടിക്കേണ്ടത്. ആ ആഹ്വാനം അന്നോ ഇന്നോ ഒരാൾ പോലും ചെവിക്കൊണ്ടിട്ടില്ല.